ഹായ് ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ല എല്ലാവർക്കും. ഇന്നത്തെ റെസിപ്പി തരി കാച്ചിയതാണ്, നോമ്പ് സ്പെഷ്യൽ തരി കാച്ചിയത്. അപ്പോൾ നോമ്പ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു സാധനം നമ്മളെ വീട്ടിലൊക്കെ നോമ്പിന് മാത്രമേ കാണലും. ഇത് കഴിക്കലെപ്പാന്ന് വെച്ചാൽ നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ് തറാവി നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ നേരിയ ചൂടോടെ ആസ്വദിച്ചങ്ങ് കുടിക്കും. നോമ്പല്ലാത്ത ദിവസം ആക്കൽ വളരെ കുറവാണ്, എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. കപ്പളവിൽ ഏകദേശം ഒരു 1.5 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 പേർക്ക് കുടിക്കാൻ ഇവിടെ അത്യാവശ്യം അതിൻ്റെ അധികമാണ്. പണ്ടത്തെ തറവാട് വീടുകളിലൊക്കെ ആണെങ്കിൽ ഇത് അടുപ്പിലാണ് കാച്ചൽ. നല്ല അടുപ്പിൽ മണ്ണിൻ്റെ കുടുക്കയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുക്കയിൽ ഇങ്ങനെ ഇളക്കി കാച്ചിയെടുക്കലാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഗ്യാസിൽ വെച്ചാൽ എന്തായാലും നമുക്ക് കിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളൂ. 1.5 കപ്പ് പാലിന് ഞാനിവിടെ 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തരി കാച്ചിയത് അല്ലെങ്കിൽ നമ്മുടെ ചെറിയരി കഞ്ഞി, പയറ്റ് കഞ്ഞി, ഇതൊക്കെ തറാവീഹ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ മുമ്പിലൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരുണ്ടാവും നോമ്പിന്. പക്ഷെ നമുക്കൊന്നും അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ നോമ്പിനാകെ ഞാൻ 2 പ്രാവശ്യം ആക്കിയിട്ടില്ലോ. അപ്പോൾ പാലൊക്കെ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരോ മധുരത്തിനനുസരിച്ച് ഓരോരുത്തരുടെ. അപ്പോൾ മധുരം നന്നായി കുറഞ്ഞാലും വലിയ ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അത് നിർബന്ധമാണ്. അതാണ് തരി കാച്ചിയതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ച് ഒരു കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. പിന്നെ ഒരു 4 ഏലക്ക നന്നായി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പൊട്ടിപ്പോകാണ്ട് ഫുള്ളായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാൽ മതി. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ എടുത്ത് മാറ്റുകയും ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് തരി ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വറുക്കാത്ത തരിയാണ്. അപ്പോൾ വറുക്കാത്ത തരി ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ. വറുത്തതാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, അത്രേ ആവശ്യമുള്ളൂ. ഇതിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ഈ ചൂടുപാലിലേക്ക് ആ തരി വീഴുമ്പോൾ കെട്ടാൻ നല്ല ചാൻസാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം, മറ്റേ കൈ കൊണ്ട് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതൊരു 2-3 മിനിറ്റ് തിളക്കണം. ഒരു 2 മിനിറ്റൊക്കെ മതി. തരി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ തരിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ മറക്കല്ലേ, കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട പിടിക്കും. അപ്പോൾ ഇതാ തരി റെഡിയായി. ഇനി ഇതിലേക്കുള്ള വറുത്ത് ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് എണ്ണ ചേർക്കണം. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. എണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര സ്മെല്ല് ഉണ്ടാവില്ല. പിന്നെ ഇതാ ചെറിയ ഉള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളിയും ആ നെയ്യിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല്, അതാണ് ഈ ഒരു തരി കാച്ചിയതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നത് വരെ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെറിയുള്ളി മാത്രമേ ചേർക്കൂ. അപ്പം തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇപ്പം പിന്നെ നമ്മൾ കുറച്ചും കൂടി സ്റ്റൈലാക്കാൻ വേണ്ടി അണ്ടിപ്പരിപ്പും അതൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ മിൽക്ക് മെയ്ഡ് ഇതൊക്കെ ചേർക്കുന്നവരുണ്ട്. പക്ഷേ നല്ല നാടൻ രുചിയിൽ പണ്ട് മുതലേ നമ്മൾ ഉമ്മുമ്മയിൽ ഉണ്ടാക്കുന്ന തരികാച്ചലിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്. ഇതിൽ അണ്ടിപ്പരിപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇട്ടാൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇപ്പോഴത്തെ മക്കളൊക്കെ കുടിക്കണമെങ്കിൽ ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതാ ഈ കാച്ചിയതും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തരി കാച്ചി ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ കുറച്ചും കൂടി ഒന്ന് കുറുകും. ഈ ഒരു വെള്ളം പോലെ ആയിരിക്കില്ല, തരിയൊക്കെ വെള്ളം കുടിച്ച് കുറച്ചും കൂടി ഒന്ന് കുറുകിയിട്ടായിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടില്ല തരി കാച്ചി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് അങ്ങ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ടേസ്റ്റാവും, നല്ലൊരു തൃപ്തിയാവുന്ന നോമ്പിന്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്യുക. പിന്നെന്താ, ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ചങ്ങായിമാർക്കും കൂടി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ, അത് പറയാൻ വിട്ടുപോയി. ഓക്കെ, ബൈ.